ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ അരൂരത്തെ കുറച്ച് കുഞ്ഞു കുട്ടികളുടെ പെർഫോമൻസ് കാണാം. അവർ സ്റ്റേജിൽ കയറുന്നതിന് മുൻപ് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനെടുത്ത കുറച്ച് വീഡിയോസാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ദിയക്കുട്ടിയുടെ ക്ലാസ്സാണ് എടുക്കുന്നത്. അവർക്ക് ഇന്നൊരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ഈ ഡ്രസ്സൊക്കെ നല്ല ഭംഗിയാണ്. എൻ്റെ ടീച്ചേഴ്സിനെ സമ്മതിക്കണം. അവർ നേരത്തെ തന്നെ കുട്ടികൾക്ക് അത് ഇട്ട് പാകമാണോ എന്നൊക്കെ നോക്കി പേര് വരെ എഴുതിയിട്ടുണ്ടായിരുന്നു. അനുമിസ് വളരെ ആക്റ്റീവായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടികളെ ഒരുക്കുന്നതിനും ഡ്രസ്സ് മാറുന്നതിനും എല്ലാത്തിനും. ദിയ ഓരോ ഫ്രണ്ട്സിനെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തി തരുമോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ആൻറ്റിമാർ കൊണ്ടുവന്ന് സ്നാക്സ് വെള്ളമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച അവസരമായിട്ടിരിക്കുന്ന കുട്ടികളായിരുന്നു എല്ലാവരും. മേക്കപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പക്ഷെ ആ സമയത്ത് അവരുടെ ആവശ്യാനുസരണം ഫുഡെല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിങ്ങളെ ഒരുക്കാനും പിടിക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ട്. അതിലൊരാൾ ഭയങ്കര ഉറക്കമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇതിലൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അവൻ ഇങ്ങനെ കണ്ണുടച്ച് ഞാൻ കുറേ നേരം നിന്നിട്ട് ഞാൻ മോനെ കുറേ നേരം വിളിച്ചു നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ആൾ എണീറ്റ് ആക്റ്റീവായത്. പിന്നെ എല്ലാവരും ഓരോരുത്തരും ഒരുക്കി ഞങ്ങളിങ്ങനെ മാറ്റി നിർത്തിയേക്കുവാണ്. അപ്പോൾ ഓരോരുത്തരെ എത്ര തവണ ഒരുക്കിയാലും മതിയാവില്ല. കാരണം അത് ഒരുങ്ങി ചെന്നിട്ട് അടുത്ത ആരുമായിട്ടെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതെല്ലാം കംപ്ലൈൻ്റ് ആക്കിയിട്ട് തിരിച്ചു വരും. എല്ലാവരും എനിക്ക് ഹായ് ഒക്കെ പറയണ്ട കേട്ടോ. നമ്മൾ ഫോൺ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും ഹായ് പറയും. അപ്പോഴത്തേക്കിനും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. ഞാനോട് പറഞ്ഞു, ആൻറ്റി ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുക, ഞങ്ങൾ കളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഭയങ്കരമായിട്ട് സഹകരിച്ച് വരുമായിരുന്നു കേട്ടോ കുട്ടികൾ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ആക്റ്റീവായിട്ട് അടിപൊളി പിള്ളേരായിട്ടോ നമ്മുടെ KG. ഒരുക്കിയിട്ടൊന്നും തീരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുങ്ങി റെഡിയായിട്ട് പോയി കളിച്ചിട്ട് വരും, വീണ്ടും പൊട്ട് പോകും, അത് പോകും ഇത് പോകും, എന്നിട്ട് വീണ്ടും വരും, അവൻ പൊട്ട് പോയി. അങ്ങനെ ആകെപ്പാട് പ്രശ്നമാണ്. പിന്നെ ഞങ്ങൾ പൊട്ടൊന്നും തൊട്ടില്ല. കളിച്ച് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ തൊടാമെന്ന് വെച്ചിട്ട് എല്ലാവരും പൊട്ട് വാങ്ങിച്ച് മാറ്റി വെച്ച്. പിന്നെ ഇവിടെ രണ്ടുപേരും കൂടി ഇരുന്ന് എന്തൊക്കെയോ കാണിച്ചിരുന്ന് കളിയാട്ടോ. ഭയങ്കര കുറുമ്പന്മാരാണ് എല്ലാം. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, താഴത്ത് സ്റ്റേജിൽ പാട്ട് വെച്ചതേ ഉള്ളൂ. എല്ലാവരും കയറി എന്ത് തുള്ളായിരുന്നു കുട്ടികൾ. ഇത്ര ആക്റ്റീവായിട്ട് ഞാനിത് ഇങ്ങനെ കണ്ടിട്ടില്ല. എല്ലാവരും ഭയങ്കര തകർത്ത അഭിനയമായിരുന്നു. പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോസ് എടുക്കുമ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കിനും എൻ്റെ കൂടെ ഇങ്ങനെ വരും കേട്ടോ. മിസ്സിനെയൊക്കെ സമ്മതിക്കണം. കാരണം അവരൊന്ന് കണ്ണ് തെറ്റിയാൽ മതി, അപ്പോഴത്തേക്കും എല്ലാവരും കൂടി ബഹളം. അത് മിസ്സിന് സൗണ്ടൊന്നും ഇല്ല. 2-3 ദിവസമായിട്ട് ഇവരുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് മിസ്സിൻ്റെ സൗണ്ടൊക്കെ പോയി എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് നമ്മൾ തൊട്ടടുത്ത റൂം ഉണ്ടായിരുന്നു, ഒരു ഗ്രീൻ റൂം. അവിടെയാണേലും അവിടെ വേറെ കുറച്ച് കുട്ടികൾ. അതേത് ക്ലാസ് ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവരെ കാണാൻ. ഒരുങ്ങിയിട്ടൊക്കെ നല്ല ഒരു ഭയങ്കര ലുക്കായിരുന്നു കാണാനായിട്ട്. നല്ല മുണ്ടും ബ്ലൗസൊക്കെ ഇട്ടിട്ട്. അപ്പം നമ്മൾ അവരുടെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇവരെ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേജിൽ പെർഫോമൻസിലേക്ക് കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് എല്ലാവരും ടാറ്റയൊക്കെ തന്ന് എനിക്ക് ബായ് ഒക്കെ പറഞ്ഞിട്ടാണ് പോണത്. കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ എല്ലാവരും കൈയൊക്കെ, അതൊക്കെ മിസ്സ് പറയുന്ന അനുസരിച്ച് ചെയ്യുള്ളൂ കേട്ടോ. അത് കൈയൊക്കെ ബാക്കിൽ കെട്ടിയിട്ടാണ് നടന്നു പോകുന്നത്. കാണാൻ ഭയങ്കര ക്യൂട്ടാട്ടോ, നല്ല രസമായിരുന്നു. ഞങ്ങൾ അത് തന്നെ ഇങ്ങനെ പറയുമായിരുന്നു. ഞങ്ങൾ പേരൻസ് ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അത് തന്നെ പറയുമായിരുന്നു. കൈയൊക്കെ ബാക്കിൽ കെട്ടിയിട്ട് നല്ല ഭയങ്കര ക്യൂട്ടായിട്ട്. എന്ത് ഡീസൻ്റ് ആണെന്നറിയോ. ആ വരവ് കണ്ടേച്ചാൽ മതി. പക്ഷേ മിസ്സൊന്ന് മാറുമ്പോഴാണ് അറിയാം. കുട്ടികളുടെ സ്റ്റേജ് പെർഫോമൻസ് ഒന്നും നമ്മുടെ ഈ വീഡിയോയിലില്ല. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.